സരിതയുടെ കൂട്ടാളിയായ വിനുകുമാറും എബ്രഹാം കലമണ്ണിലും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയുടെ തെളിവ് സരിത ഇന്ന് കമ്മീഷനിൽ കൊടുത്ത തെളിവ് അതിൽ പീപ്പിൾ ടിവി പുറത്തുവിടുകയാണ്. കേരള കോൺഗ്രസ് നേതാവും വ്യവസായിയുമായ എബ്രഹാം കലമണ്ണിലും വിനുകുമാറും സംസാരിച്ച ശബ്ദരേഖ. പറഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞതും പറഞ്ഞു അവിടെ കാട്ടി പോയിട്ടുണ്ട്. അതിങ്ങനെ വന്നിട്ടില്ല ഓക്കെ. അപ്പൊ അതായിക്കോട്ടെ ഒന്നാണ് എങ്കിൽ ന്യായമായിട്ട് ഒരു ലിമിറ്റഡ് മീ, അതായത് ഇത് വെച്ച് അവസാനിക്കും. ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അവര് പറഞ്ഞു കഴിഞ്ഞില്ല സാർ. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. മെയിനായിട്ടുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അതിൻ്റെതായ രീതിക്ക് കറക്റ്റ് തന്നെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ കാണുന്നവർക്ക് അറിയാം, ജനങ്ങൾക്ക് അറിയാം. അത് നമുക്ക് ന്യായമായിട്ടാണെങ്കിൽ അതങ്ങ് തീർക്കാൻ നോക്കുന്നതാണെങ്കിൽ അത് പറയുന്നത് നിങ്ങൾക്ക് തീർന്നു, അവരും തീർന്നോട്ട്. വെറുതെ നമ്മളൊരു മുഖ്യമന്ത്രി ശ്രീധരനാഥിനെ ഞാൻ പറഞ്ഞു, ശ്രീധരനാഥ് ചെറിയ കാശ് കൊടുത്താ നമുക്ക് പറയേണ്ട കൊടുത്തു. ഏതാണ് സംഭവിക്കുന്നത് സംഭവിച്ചു. നാണക്കെടാണെന്ന് നാണക്കെട്ടു, പറയാന്നെല്ലാം പറഞ്ഞു. എങ്കിലും ഇനിയും നമുക്ക് പല പ്രശ്നങ്ങളാണ്. സ്വീകരിക്കുന്നതല്ലാതെ അതെപ്പോട്ടെ ഞാനത് കണ്ട. ഓക്കെ, ഞാനത് കണ്ടിട്ട് പറഞ്ഞാൽ തീർക്കാനാണെങ്കിൽ ഞാൻ അപ്പൊ അവരും പറയാം തീർക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞു എങ്കിലും എനിക്ക് അങ്ങോട്ട് പറയാനുള്ളൂ. വിനുകുമാറും എബ്രഹാം കലമണ്ണിലും സംസാരിക്കുന്നതിന്റെ ടെലിഫോൺ സംഭാഷണം അതാണ് നമ്മൾ കേട്ടത്. സരിത ഇന്ന് കമ്മീഷന് മുൻപാകെ വ്യക്തമായി തന്നെ മൊഴി നൽകിയിരുന്നു. സിറ്റിങ്ങിന് ശേഷം പുറത്തിറങ്ങിയ ശേഷം എബ്രഹാം കലമണ്ണിൽ തന്നെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഫോണിലൂടെ സംസാരിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് സരിതയുടെ സഹായി വിനുകുമാർ എബ്രഹാം കലമണ്ണിലിനെ കണ്ട് സംസാരിക്കുകയായിരുന്നു. ഇനി തെളിവുകൾ നൽകരുത് എന്നാണ് സരിത പറഞ്ഞിരുന്നത് എന്ന കാര്യമായിരുന്നു സരിത പറഞ്ഞത്. യെസ്, അതിലേക്ക് ഒരിക്കൽ കൂടി പോയ ശേഷം തിരികെ എത്താം. ഞാൻ പറഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞതും പറഞ്ഞു അവിടെ കാട്ടി പോയിട്ടുണ്ട്. അതിങ്ങനെ വന്നിട്ടില്ല ഓക്കെ. അപ്പൊ അതായിക്കോട്ടെ ഒന്നാണ് എങ്കിൽ ന്യായമായിട്ട് ഒരു ലിമിറ്റഡ് മീ, അതായത് ഇത് വെച്ച് അവസാനിക്കും. ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അവര് പറഞ്ഞു കഴിഞ്ഞില്ല സാർ. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. മെയിനായിട്ടുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെതായ രീതിക്ക് കറക്റ്റ് തന്നെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ കാണുന്നവർക്ക് അറിയാം, ജനങ്ങൾക്ക് അറിയാം. അത് നമുക്ക് ന്യായമായിട്ടാണെങ്കിൽ അതങ്ങ് തീർക്കാൻ നോക്കുന്നതാണെങ്കിൽ അത് പറയുന്നത് നിങ്ങൾക്ക് തീർന്നു, അവരും തീർന്നോട്ട്. വെറുതെ നമ്മളൊരു മുഖ്യമന്ത്രി ശ്രീധരനാഥിനെ ഞാൻ പറഞ്ഞു, ശ്രീധരനാഥ് ചെറിയ കാശ് കൊടുത്താ നമുക്ക് പറയേണ്ട കൊടുത്തു. ഏതാണ് സംഭവിക്കുന്നത് സംഭവിച്ചു. നാണക്കെടാണെന്ന് നാണക്കെട്ടു, പറയാന്നെല്ലാം പറഞ്ഞു. എങ്കിലും ഇനിയും മുന്നിട്ട് വന്ന നമുക്ക് പല പ്രശ്നങ്ങളാണ്. സ്വീകരിക്കുന്നതല്ലാതെ അതെപ്പോട്ടെ ഞാനത് കണ്ട. ഓക്കെ, ഞാനത് കണ്ടിട്ട് പറഞ്ഞാൽ തീർക്കാനാണെങ്കിൽ ഞാൻ അപ്പൊ അവരും പറയാം തീർക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞു എങ്കിലും എനിക്ക് അങ്ങോട്ട് പറയാനുള്ളൂ. ഓക്കെ. സരിതയുടെ സഹായി വിനുകുമാർ എബ്രഹാം കലമണ്ണിലുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. വിവരങ്ങളുമായി രാജീവ് ചേർന്നുണ്ട്. രാജീവ്, എന്തൊക്കെ കാര്യങ്ങളാണ് സരിത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇനി തെളിവുകൾ നൽകരുത് എന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് എബ്രഹാം കലമണ്ണിൽ ചെയ്തതെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, എബ്രഹാം കലമണ്ണിലും വിനുകുമാറും തമ്മിലുള്ള ശബ്ദരേഖയാണ് പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. നിലമേൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് സരിത സോളാർ കമ്മീഷനിൽ നൽകിയിട്ടുള്ള മൊഴി. എബ്രഹാം കലമണ്ണിൽ പറഞ്ഞതിൻ്റെ ഏകദേശം 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ശബ്ദ ക്ലിപ്പാണത്. പക്ഷേ അതിൽ കുറേ ഭാഗങ്ങൾ ക്ലിയർ അല്ല, വാഹനങ്ങളുടെ ശബ്ദം മൂലം ക്ലിയർ അല്ല. ഏറ്റവും ക്ലിയറായ ഭാഗമാണ് നമ്മളെടുത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൊടുത്ത ഭാഗങ്ങളിലുള്ള സംഭാഷണ ശകലം ഇങ്ങനെയാണ്. എബ്രഹാം കലമണ്ണിൽ പറയുന്നു, ആ പറഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ച് എന്നോട് സംസാരിക്കേ വിനുകുമാർ. ഓക്കെ, അത് മാത്രം അറിഞ്ഞാൽ മതി. എബ്രഹാം, ഒരു കാര്യമാണ് ഞാൻ അറിഞ്ഞതും പറഞ്ഞതും, അവിടുന്ന് കാശ് പോയിട്ടുണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടാകില്ല. വിനു, വന്നിട്ടില്ല സാറേ, വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ.
എബ്രഹാം ഓക്കെ, അപ്പോൾ അതായിക്കോട്ടെ. ഒന്ന് എങ്കിൽ ന്യായമായിട്ട് ഒരു ലിമിറ്റഡ് വേ, അതായത് ഇതിൽ വെച്ച് അവസാനിപ്പിക്കണം, പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്നാണ് അവർ പറയുന്നത്. വിനു, പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല സാറേ, ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്, മെയിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതാണ് പറഞ്ഞു വരുന്നത്, ജനങ്ങൾക്കറിയാം. എബ്രഹാം, ന്യായമായിട്ടാണെങ്കിൽ നമുക്കിതങ്ങ് തീർക്കാം, നിങ്ങൾക്കും ഇതങ്ങ് തീർന്നു പോട്ടെ, വെറുതെ നമ്മളൊരു മുഖ്യമന്ത്രി. ഇപ്പോൾ ശ്രീധരൻ നായരോട് ഞാൻ പറഞ്ഞു, ശരിയാണ് പറഞ്ഞിട്ടാ, എന്തായാലും സംഭവിച്ചു, നാണം കെടാനുള്ളത് നാണം കെട്ടു, പറയാനുള്ളതെല്ലാം പറഞ്ഞു, എങ്കിലും ഇനിയും പ്രശ്നങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് എബ്രഹാം നിർത്തുന്നു. വിനു, നമുക്ക് പല പ്രശ്നങ്ങളാണ്, വെറുതെ പറയുന്നതല്ലാതെ അവർ, അതുപോട്ടെ ഞാനൊന്നും പറയുന്നില്ല, ഓക്കെ ഞാൻ സംസാരിക്കാം. എബ്രഹാം, കണ്ടിട്ട് പറഞ്ഞാൽ തീർക്കാനാണെങ്കിൽ ഞാൻ തീർക്കാം, ആദ്യം നിങ്ങൾ പറയണം ഇങ്ങോട്ട്, എങ്കിലേ എനിക്ക് അങ്ങോട്ട് പറയാനാകൂ. ഇതാണ് ആ സംഭാഷണ ശകലം. ഒരു പക്ഷേ ഒരിക്കൽ കൂടി അത് പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ കൂടുതൽ ഓഡിബിളായി. അതിലേക്ക് തന്നെ ഇനിയും കൂടുതൽ അത് വ്യക്തമാകുമെന്ന് കരുതുന്നു. എബ്രഹാം കലമണ്ണിൽ വിനുകുമാർ സരിതയുടെ സഹായിയുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദ സംപ്രേഷണം. പറഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഒരാളും സംസാരിക്കുന്നത് ഒരു കാര്യമാണ്, ഞാൻ അറിഞ്ഞതും പറഞ്ഞു അവിടെ നിന്ന് കാശ് പോയിട്ടുണ്ട്, അതിങ്ങനെ വന്നിട്ടില്ല എന്നുള്ള നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതായിക്കോട്ടെ. ഒന്നാം എങ്കിൽ ന്യായമായിട്ട് ഒരു ലിമിറ്റഡ് വേ, അതായത് ഇത് വെച്ച് അവസാനിക്കും. ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അവര് പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞില്ല സാർ, ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ, മെയിനായിട്ടുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെതായ രീതിക്ക് കറക്റ്റ് തന്നെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ കാണുന്നവർക്ക് അറിയാമല്ലോ, ജനങ്ങൾക്ക് അറിയാം. അത് നമുക്ക് ന്യായമായിട്ടാണെങ്കിൽ അതങ്ങ് തീർക്കാൻ നോക്കുന്നതാണെങ്കിൽ അത് പറയുന്നത് നിങ്ങൾക്ക് തീർന്നു, അവരും തീർന്നോട്ട്. വെറുതെ നമ്മളൊരു മുഖ്യമന്ത്രി ശ്രീധരൻ നായരുടെ ഞാൻ പറഞ്ഞു, ശ്രീധരൻ നായർ ചെറിയ കാശ് കൊടുത്താൽ നമുക്ക് പറയേണ്ട കൊടുത്തു, ഏതാണ് സംഭവിക്കുന്നത് സംഭവിച്ചു, നാണക്കെടാണെന്ന് നാണക്കെട്ടു, പറയാമെന്നെല്ലാം പറഞ്ഞു. എങ്കിലും ഇനിയും മുന്നോട്ട് വന്ന പ്രശ്നങ്ങൾ നമുക്ക് പല പ്രശ്നങ്ങളാണ്, ഒന്നും ചിത്രീകരിക്കുന്നതല്ലാതെ അതായിക്കോട്ടെ, ഞാനിത് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ തീർക്കാനാണെങ്കിൽ ഞാൻ തീർക്കാം. അപ്പൊ അവരും പറയാം തീർക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയാൻ മുന്നോട്ട്, എങ്കിലും എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. സിജുവിലേക്ക് തന്നെ പോവുകയാണ്. സിജു, ഒരു പക്ഷേ സരിത പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമാണ് ഈ ഒരു ടെലിഫോൺ സംഭാഷണം കൂടി വരുമ്പോൾ? സൗമ്യ, അതിനു മുമ്പ് തന്നെ ഏറ്റവും പുതിയ ഒരു വിവരം സരിത കമ്മീഷനിൽ മൊഴിയെ നൽകിയ ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സരിത ജയിലിൽ വെച്ചെഴുതിയ കത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ, രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര നേതാക്കൾ എന്നിവരെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതായി ശരണ്യ മനോജ് കമ്മീഷന് മൊഴി നൽകിയിരുന്നു. സംസ്കാരം അനുവദിക്കത്തിനാൽ അതിൻ്റെ ഉള്ളടക്കം പറയുന്നില്ലെന്നും പറഞ്ഞിരുന്നു. ഇത് ശരിയാണോ എന്ന് കമ്മീഷൻ ചോദിച്ചു. ഇത് ശരിയാണെന്ന് സരിത പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കുറിച്ചിട്ട് പുറത്തു പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് സരിത കത്തിൽ എഴുതിയിരുന്നത് എന്നാണ് ശരണ്യ മനോജ് പറഞ്ഞിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം അറിയാം, നേരത്തെ തന്നെ വാർത്തകൾ പുറത്തുവന്ന സരിതയുടെ 30 പേജുള്ള കത്ത് 4 പേജായി ചുരുക്കാൻ തീരുമാനമെടുത്തത് ക്ലിഫ് ഹൗസിൽ വെച്ചായിരുന്നു എന്ന തീരുമാനം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അറിയാൻ കഴിയുന്ന ഈ കത്തിൽ ഈ ആരുടെയൊക്കെ പേരുകൾ നമുക്കറിയാം. ഈ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി മന്ത്രിമാരുടെയും അന്ന് കേന്ദ്രമന്ത്രിമാരും ഇന്ന് MP-മായിരിക്കുന്ന പലരുടെയും പല കേന്ദ്ര നേതാക്കളുടെയും അടക്കം പേരുകൾ സരിത അന്ന് പറഞ്ഞിരുന്നു, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷേ ഇതെല്ലാം ശരിയാകുന്ന തരത്തിലുള്ള ഒരു മൊഴികളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇതിൽ തന്നെ എബ്രഹാം കലമണ്ണിലിൻ്റെ ഈ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ന്യായമായിട്ടാണെങ്കിൽ നമുക്ക് ഇതങ്ങ് തീർക്കാം. അതിനകത്തൊരു ഭീഷണിയുടെ സ്വരവും കൂടിയുണ്ട്. ന്യായമായിട്ടാണെങ്കിൽ നമുക്ക് ഇതങ്ങ് തീർക്കാം, നിങ്ങൾക്കും അത് തീർന്നത് തന്നെ, വെറുതെ നമ്മളൊരു മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ. ഇപ്പോൾ ശ്രീധരൻ നായരോട് ഞാൻ പറഞ്ഞു, ശരിയാണ്, കാശ് കൊടുത്തത് പുള്ളി പറഞ്ഞിട്ടാണ്, ഏതായാലും സംഭവിച്ചു, നാണം കെടാനുള്ളത് നാണം കെട്ടു, ഇനിയെങ്കിലും പറഞ്ഞ് പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്ന് എബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ ബിസിനസ്മാനാണ് പറയുന്നത്. വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ന്യായമായിട്ടാണെങ്കിൽ നമുക്ക് ഇതങ്ങ് തീർക്കാം. അതായത് ന്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി വല്ലതും വേണമെങ്കിൽ അത് ഞങ്ങൾ തരാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കീഴടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ നോക്കിക്കൊള്ളാം എന്ന തരത്തിലുള്ള ഒരു ഭീഷണി കൂടി അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അധികാരം കയ്യിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇങ്ങനെ മറ്റൊരാളുടെ നാവിൽ കൂടി പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ സരിത സോളാർ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
ശരണ്യ മനോജ് സോളാർ കമ്മീഷൻ നൽകിയ മൊഴി പറയുന്നത് പ്രകാരം ജയിലിൽ വെച്ചെഴുതിയ കത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, അതായത് UDF സർക്കാരിൽ ഉള്ള മന്ത്രിമാർ മാത്രമായിരുന്നില്ല, അന്ന് UPA സർക്കാരിലുണ്ടായിരുന്ന മന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രിമാരടക്കം കോൺഗ്രസിന്റെ സമുന്നതരായ പല നേതാക്കളും സരിതയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു, അതിൽ ചിലർ സരിതയെ പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ശരിയാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സരിത കമ്മീഷൻ മുൻപാകെ പറഞ്ഞിരിക്കുന്നത്. ശരണ്യ മനോജിന്റെ മൊഴി എടുത്തു വച്ചതിന് ശേഷമാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ചോദിക്കുന്നത്. ഇതിന്റെ എല്ലാം ഉള്ളടക്കം ശരി തന്നെയാണ് എന്ന് സരിത പറയുന്നു. ഈ മനോജ് കുമാറിന്റെ പിന്നീട് മറ്റൊരു വിവരം, മനോജ് കുമാറിന്റെ മൊഴി പ്രകാരം സരിതയുടെ കത്തിൽ ജോസ് കെ മാണിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് തെറ്റാണെന്നാണ് സരിത ഇപ്പോൾ പറയുന്നത്. പക്ഷേ അന്ന് വാർത്തകൾ പുറത്തു വരികയും മാധ്യമങ്ങൾക്ക് മുൻപിൽ സരിത കാണിച്ച കത്തിലും ജോസ് കെ മാണിയുടെ പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജോസ് കെ മാണിയുടെ പേര്, അതോടൊപ്പം തന്നെ മറ്റ് ചില മന്ത്രിമാരുടെ പേര്, ഇപ്പോൾ തന്നെ അന്ന് ഉയർന്നു വന്ന പേരുകളിൽ ഒന്ന് മന്ത്രി AP അനിൽകുമാറിന്റെ അടക്കമുള്ള പേരുകൾ, ആര്യാടൻ മുഹമ്മദിന്റെ അടക്കമുള്ള പേരുകളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സരിത പറയുന്നത്, അല്ലെങ്കിൽ സരിത എന്തൊക്കെ കാര്യങ്ങളിൽ അനുഭവിച്ചു, അല്ലെങ്കിൽ ഈ തട്ടിപ്പ് ഏത് തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന തരത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ സാധൂകരിക്കുന്ന തരത്തിലാണ് അറിയാൻ കഴിയുന്നത്. മനോജ് കുമാറിന്റെ മൊഴി പ്രകാരം സരിതയുടെ കത്തിൽ ജോസ് കെ മാണിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്നാണെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് സരിത പറയുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ കമ്മീഷൻ പോവുകയാണ്. അതെ, കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിനി അറിയേണ്ടത്, അന്ന് മുതൽ തന്നെ ദുരൂഹതയുണർത്തിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സരിതയുടെ 30 പേജുള്ള കത്ത് 4 പേജാതെ അങ്ങനെ ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? NV രാജു മൊഴി രേഖപ്പെടുത്താത്തത് എന്താണ്? എറണാകുളം ACJM NV രാജു മൊഴി രേഖപ്പെടുത്താത്തത് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് വിവാദത്തിൽ നിന്നിരുന്നത് ഈ കത്ത് പ്രകാരം. പിന്നെ സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച കത്ത്, ആ കത്തിൽ പരാമർശിച്ചിരുന്ന പേരുകൾ അന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ സരിത പറയുന്നത് ആ മനോജ് കുമാറിന്റെ മൊഴി പ്രകാരം സരിതയുടെ കത്തിൽ ജോസ് കെ മാണിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് തെറ്റാണെന്നാണ് ഇപ്പോൾ സരിത പറയുന്നത്. പക്ഷേ നേരത്തെ തന്നെ സരിത പറഞ്ഞിരിക്കുന്ന, സരിത ജയിലിൽ വെച്ചെഴുതിയ കത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും MLA മാരും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും കേന്ദ്രമന്ത്രി, അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ IG റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ കൂടി അന്ന് പുറത്തു വന്നിരുന്നു. ഈ ഉദ്യോഗസ്ഥർ, അതായത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പും അതോടൊപ്പം തന്നെ ഒരു ലൈംഗിക ഒരു തട്ടിപ്പും ഒരു വാണിഭം എന്ന് പറയാവുന്ന തരത്തിലേക്ക് തന്നെ ഇത് പ്രയോഗിക്കേണ്ടി വരും. കാരണം ബിജു രാധാകൃഷ്ണന്റെ കത്തുമായി ബന്ധപ്പെടുത്തി, ബിജു രാധാകൃഷ്ണൻ സരിത എഴുതിയ കത്തുമായി ബന്ധപ്പെട്ട് സരിതയുടെ അമ്മ സോളാർ കമ്മീഷനോട് പറഞ്ഞത്, ഒരുപക്ഷെ ബിസിനസ് താല്പര്യങ്ങൾക്കായി സരിത ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, പലരും ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു, പലരും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാ തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല, ഒരു സ്ത്രീയോട് ഒരു സമൂഹം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ കൂടി ഈ കേസ് വ്യാഖ്യാനിക്കേണ്ടി വരും. ഒരു പക്ഷത്ത് സാമ്പത്തിക തട്ടിപ്പ്, മുഖ്യമന്ത്രി മുഖ്യസൂത്രധാരനായ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ്, കേരളം കണ്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ്, അതോടൊപ്പം തന്നെ ആ മുഖ്യമന്ത്രി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ആ കേസിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ചിലരെയും സരിതയുമായി ബന്ധപ്പെടുത്തുകയും സരിത അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ വാർത്തയാക്കി മാറ്റുകയും അത് കേസ് കൊടുക്കുകയും സരിതയുടെ സോളാർ കേസ് എന്ന് പറയുന്നതിനെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി നടത്തി. അങ്ങനെ നിരവധി മാനങ്ങളുള്ള ഒരു കേസായി തന്നെ ഇപ്പോൾ സോളാർ കേസ് മാറിയിരിക്കുകയാണ്. സോളാർ കമ്മീഷനിൽ സരിത നൽകിയ തെളിവുകളിലൂടെ, ഇന്ന് നൽകിയ തെളിവുകളിലൂടെയും നൽകിയ മൊഴികളിലൂടെയും ഇക്കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ.